Hi, welcome back to Excel Skill Corner. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു അൺപ്രൊട്ടക്ട് ദി ഷീറ്റ് വിത്തൗട്ട് യൂസിങ് പാസ്വേഡ്. പലപ്പോഴും നമ്മൾ എക്സൽ ഫയലൊക്കെ പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്, പാസ്വേഡ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. ഇവിടെ പ്രൊട്ടക്ട് ഷീറ്റിൽ കൊടുത്ത് നമ്മൾ സാമ്പിൾ ചെയ്യാണ്, ഒരു പാസ്വേഡ് കൊടുത്ത് ലോക്ക് ചെയ്തു, വീണ്ടും അത് പാസ്വേഡ് വെച്ച് കൺഫേം ചെയ്തു. ദാറ്റ് മീൻസ് ഫയൽ ഇവിടെ ലോക്കായി. ഈ ചില സീനാരിയോയിൽ നമ്മൾ പാസ്വേഡ് വെച്ച് ലോക്ക് ചെയ്യും, പിന്നെ നമ്മൾ പാസ്വേഡ് മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇത് പലപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത സിനാരിയോ വരാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കാം? നമ്മളിവിടെ VB കോഡോ അല്ലെങ്കിൽ മാക്രോ കോഡോ ഉപയോഗിക്കാതെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നത് കാണാം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഫയൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഇവിടെ സേവ് ചെയ്തിട്ടൊക്കെയാണ്. ഇനി നമുക്കിവിടെ ചെയ്യേണ്ടത് പറഞ്ഞാൽ, നമുക്ക് ഡെസ്ക്ടോപ്പിൽ നമുക്കിവിടെ ഈ ഫയൽ കാണാം, ഹൗ ടു പ്രൊട്ടക്ട് പാസ്വേഡ് എന്ന് വെച്ചിട്ട് ഫയൽ കാണാം നമുക്ക് ഡെസ്ക്ടോപ്പിൽ. ഇപ്പോൾ ഈ ആ ഫയലിനെ ഞാൻ വേറൊരു പുതിയ ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ ഹൗ ടു പ്രൊട്ടക്ട് പാസ്വേഡ് കാണാം. ഇവിടെ നമുക്ക് കോപ്പി ചെയ്യാൻ മെത്തേഡ് വെച്ചാൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യാണ്. ന്യൂവിൽ വന്ന് പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, ഒരു ബാക്കപ്പ് പോലെ നമ്മൾ പേസ്റ്റ് ചെയ്യാണ്. ജസ്റ്റ് കോപ്പി ചെയ്ത് അതിലേക്ക് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നമുക്കൊരു .xls കാണാം, പക്ഷെ നിങ്ങളുടെ കയ്യിൽ പലപ്പോഴും ഉണ്ടാവില്ല, ജസ്റ്റ് പേര് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, നമ്മൾ വ്യൂവിൽ വന്ന് വ്യൂ ഓപ്ഷനിൽ വന്ന് കാരണം ഫയൽ നെയിം എക്സ്റ്റൻഷൻ ഓപ്ഷൻ കാണാം. നിങ്ങളുടെ കയ്യിൽ അൺചെക്ഡ് ആയിരിക്കും, അത് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ദാറ്റ് മീൻസ് ഇപ്പോൾ അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ കയ്യിലായിരിക്കും. ഇത് വ്യൂവിൽ വന്നിട്ട് ഫയൽ നെയിമിലെ എക്സ്റ്റൻഷനിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ XLS കാണാം. ഇവിടെ നമ്മൾ എന്ത് വെച്ചാൽ റീനെയിം ചെയ്യുക. XLSനെ നമ്മൾ റീനെയിം ചെയ്തിട്ട് സിപ്പ് ഫയലാക്കുക, ZIP സിപ്പ് ഫയലാക്കിയിട്ട് ഓക്കെ എക്സ് കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ചില ഫോൾഡേഴ്സ് കാണാം, ഡോക് പ്രോപ്സ് എക്സൽ എന്ന ഫോൾഡർ. എക്സൽ ഫോൾഡർ എന്നൊരു ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇതിൽ വർക്ക്ഷീറ്റ് എന്ന ഫോൾഡർ കാണാം, അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഷീറ്റ് 1ലാണ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷീറ്റ് 1 XML ആണ് എക്സ്റ്റൻഷൻ കിടക്കുന്നത്, അത് നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് കൊണ്ടുപോകുക. ദാറ്റ് മീൻസ് .txt എന്ന ടെക്സ്റ്റ് ഫോർമാറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റ് ഇവിടെ കാണും. ഈ ടെക്സ്റ്റ് ഫോർമാറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ വൈഡ് ആയിരിക്കാം, അത് നമ്മൾ ഫോർമാറ്റിൽ ഒന്ന് വേർഡ് റാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഫുൾ കാണാനുള്ള സിറ്റുവേഷനിലെത്തും. ഇവിടെ വന്ന് നമുക്ക് ഒന്ന് Ctrl F അടിക്കുക, അല്ലെങ്കിൽ ഷീറ്റ് പ്രൊട്ടക്ഷൻ എന്നൊരു പാസ്വേഡ് കാണാം. ഈ പാസ്വേഡിൻ്റെ അവിടെ CC14 കാണാം, അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് സേവ് ചെയ്യുക, ഫയൽ സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഫയൽ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻ വരും, ഫയൽ ഷീറ്റ് എക്സ്റ്റൻഷൻ മസ്റ്റ് മോഡിഫൈഡ്, അത് എസ് കൊടുക്കുക. ഇത് കഴിഞ്ഞ് ഫയൽ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ XML ആക്കുക. ടെക്സ്റ്റ് ഫോർമാറ്റ് നമ്മൾ .xml ആക്കുക, മുമ്പ് ചെയ്ത പോലെ തന്നെ XMLലേക്ക് റിവേഴ്സ് ചെയ്യുക. ഫയൽ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ സിപ്പ് ഫയൽ എക്സ്റ്റൻഷൻ നമ്മൾ റിമൂവ് ചെയ്യണം, അത് XLXലേക്ക് വീണ്ടും കൊണ്ടുവരാണ്. ഇവിടെ റീനെയിം ചെയ്തിട്ട് XLSX കൊടുക്കുക. ഇപ്പോൾ ഓട്ടോമാറ്റിക് എക്സൽ ഫയലായിട്ട് ഓപ്പൺ ആയി കാണാം. ഇനി ഈ ഫയൽ നമ്മൾ ഇവിടെ ഡബിൾ ഓപ്പൺ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാൻ എക്സൽ ഫയൽ വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ ഫയലിൽ വന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ ന്യൂ ഫോൾഡറിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ കൊടുക്കുക, ജസ്റ്റ് ചെക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ ഓപ്പൺ ആവും. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ടൈപ്പ് ചെയ്യുമ്പോൾ പ്രൊട്ടക്റ്റഡ് ആണ്, പക്ഷെ നമ്മൾക്ക് ഇവിടെ ഈ റിവ്യൂ ഓപ്ഷനിൽ ജസ്റ്റ് അൺപ്രൊട്ടക്റ്റിൻ്റെ അവിടെ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് അത് അൺപ്രൊട്ടക്ഷൻ എല്ലാം പോകും. സോ ഇതിലൂടെ നമുക്ക് ഈ ഫയലിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഈ മാക്രോ കോഡ്, ദാറ്റ് മീൻസ് കുറച്ച് വൈറസ് സാധ്യതയുള്ള കോഡുകൾ നമുക്ക് ഉപയോഗിക്കാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഫയൽ അൺപ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് ഹെൽപ്പ് ചെയ്ത് നിൽക്കുന്നത്. കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ.